ഹായ് ഗായ്സ്, ഇന്ന് വെള്ളിയാഴ്ച ഉണ്ടാ 9:06 ഞാൻ ഇന്ന് ഇറങ്ങണത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ മച്ചാമാരെ, കൊച്ചി റൈഡറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചാന്മാർക്കും നന്ദിയുണ്ട് കേട്ടോ. ഗൈസ്, അപ്പം ഞാൻ തോപ്പുംപടി പമ്പിലേക്ക് വന്നേക്കാനുണ്ട് CNG അടിക്കാൻ വേണ്ടി. കഴിഞ്ഞ നമ്മ എയർപോർട്ടിൻ്റെ പമ്പിൽ നിന്ന് എയർപോർട്ടിൻ്റെ അടുത്ത പമ്പിൽ നിന്ന് അടിച്ചിട്ട് 193 കിലോമീറ്റർ ഓടിയിട്ടാ. അതായത് ഒരു കട്ടയും കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ ഒരു 200 കിലോമീറ്ററൊക്കെ അത് എന്തായാലും സിമ്പിളായിട്ട് ഓടുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ അവിടെ എനിക്ക് ഇപ്പോൾ 200 മൈലേജ് കിട്ടിയിട്ടാ. കൊള്ളാം, എന്തായാലും നൈസാണ്. പിന്നെ ഇപ്പം നമ്മൾ നിൽക്കണത് തോപ്പുംപടി CNG പമ്പിലാണ്ടാ. സോ ഇവിടുത്തെ മൈലേജ് ഞാൻ നാളത്തെ വീഡിയോയിൽ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഒരു 10 കിലോമീറ്റേഴ്സ് നിങ്ങൾ ലെസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി ഒരു CNG കൂടി ഉണ്ട്, ഇതിൽ ഒരു കട്ട CNG കൂടി ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് അടിച്ചിട്ട് ഞാൻ ട്രിപ്പ് ഇടാം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ അത് കാണാം. അത് ഫുള്ള് CNG ഫുള്ള് തീരണയാണെങ്കിൽ, ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. ഓട്ടോ ഇല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആവും. എന്തായാലും ഗൈസ്, നമുക്ക് ഇപ്പോൾ എടക്കോച്ചിയിൽ നിന്നൊരു ഓട്ടം വിളിച്ചിട്ടുണ്ട് കേട്ടോ. എന്നെ ഒരു പേഴ്സണൽ ഓട്ടമാണ്. സോ നമുക്ക് പുള്ളിക്കാരത്തിനെ പോയി പിക്ക് ചെയ്ത് എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല, അവിടെ കൊണ്ട് ഡ്രോപ്പ് അടിച്ച് അവിടെ നിന്ന് നമുക്ക് ഊബറും വല്ലതും യാത്രയൊക്കെ ഓണാക്കാടാ. പിന്നെ നമുക്ക് ഇന്ന് റാപ്പിഡോയും ഇൻഡ്രൈവൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പരിപാടി സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ 2 ആപ്പും കൂടി ഞാൻ ചെയ്യാൻ വേണ്ടി പോകണേടാ. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. നല്ലൊരു വ്ളോഗായിരിക്കും, നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടെ. 9:30 എത്താനാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ കുളിച്ച് റെഡിയായിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത്. ആ സമയം കൊണ്ട് നമുക്ക് തോപ്പുംപടി പമ്പിൽ പോയി CNG അടിക്കാം. ഇനി ലോങ് ആണ് ഓട്ടോ എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. സോ ഈ CNG വെച്ചിട്ട് നമ്മൾ ഓടുന്ന റിസ്ക്കാണ്. പിന്നെ നമ്മുടെ പെട്രോൾ വെറുതെ കത്തിച്ച് കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് കേട്ടോ. അതേ ഒരു വണ്ടി കൂടി അവിടെ നിന്ന് വന്നിട്ടുണ്ട്. എന്താണല്ലേ CNG അടിക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കണത് അല്ലേ? ബീവറേജിലെ ക്യൂ പോലെയാണ് കേട്ടോ. എന്തൊരു ഒത്തൊരുമൈ. വണ്ടി തുടച്ചിട്ടില്ല കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പമ്പിൻ്റെ സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ടെ വണ്ടി ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാടാ. ഗൈസ്, നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു കേട്ടോ. അതായത് സിനിമാ നടി എൻ്റെ നമ്പർ മേടിച്ചു എന്ന വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിലെ സെലിബ്രിറ്റി ആയിരുന്നു കേട്ടോ നമ്മുടെ കയറിയത്. അപ്പോൾ പുള്ളിക്കാരത്തിനെ ഞാൻ ലൂർദ് ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ മോളുടെ കാലിൻ്റെ ചിരട്ട ചെറുതായിട്ടൊന്ന് സീനായിപ്പോയി. അപ്പോൾ അങ്ങനെ കൊണ്ടൊന്ന് ഇവിടെ ആക്കിയതാണ്ട. സോ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് എനിക്കൊരു 300 റുപ്പീസ് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ സമയം 10:42 ഇനി നമുക്ക് എല്ലാ സംഭവവും ഓണാക്കി ഇടാട്ടാ. ഗൈസ്, അപ്പോൾ നമ്മൾ ഊബർ മച്ചാൻ ഓണാക്കിയിട്ടുണ്ട്, ഒലയും ഓണാക്കിയിട്ടുണ്ട്, അങ്ങനെ യാത്രയും ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഊബർ ഫ്രണ്ടിലിരിക്കട്ടെ. ഊബറിന് എന്തോ പൈസ കൊടുക്കാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 492 രൂപ കൊടുക്കാണ്ട്. പേയ്മെൻറ്റ് ഈസ് ഫസ്റ്റ് ഡേ ലേറ്റ്. അപ്പോൾ ഇതൊന്ന് പേയ്മെൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഗൈസ്, അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 493 രൂപ നമ്മുടെ നിന്ന് പോയിരിക്കുന്നു. അപ്പോൾ എല്ലാം ഓൺലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചായ കുടിക്കട്ടെ. ഞാൻ രാവിലെ പെട്ടെന്ന് അങ്ങോട്ട് എണീറ്റ് ഓടിയതാണ് കസ്റ്റമർ വിളിച്ചപ്പോൾ. സോ നമുക്കൊരു ചായ കുടിച്ച് അതവിടെ ഒരു കടയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ക്യൂൻസ് വേ ഇല്ലേ, അവിടെയാണ് നിൽക്കണേ കേട്ടോ. സോ ആ ലൂർദ് പള്ളിയുടെയൊക്കെ സൈഡിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വേറെയും കുറേ വണ്ടികളുണ്ട്. ബാക്കിലും ഒരു ടാക്സി വണ്ടിയാണ് കിടക്കണേ കേട്ടോ. സോ നമുക്കൊരു ചായ കുടിച്ചിട്ട് ബാക്കി സംസാരിക്കാം ഗൈസ്. ഗൈസ്, എനിക്ക് ചായ കൊണ്ടുവന്ന് തന്നപ്പോൾ തന്നെ യാത്രയിൽ ഒരു അടി വന്നു ഗൈസ്. എങ്ങോട്ടാണെന്ന് പോലും നോക്കാൻ പറ്റില്ല ഗൈസ്. മഴയും കൂടി ആയിരുന്നുകൊണ്ടേ അവിടെ കയറി നിൽക്കാനൊരു സ്ഥലമില്ല. മരത്തിൻ്റെ അടിയിലായിരുന്നു നിന്നേച്ചത്. സോ സീൻ കോൺട്രായി എടുക്കാൻ പറ്റിയില്ല, അത് പോയി. കുഴപ്പമില്ല, വലുതെന്തോ വരാൻ കിടക്കണുണ്ട് എന്ന് പ്രതീക്ഷിക്കാം ഗൈസ്. ഇതിൽ നമുക്ക് അപ്ഡേഷൻ വന്ന് നടക്കണം കേട്ടോ. അതായത് ഊബറിൽ അപ്ഡേറ്റ് വന്ന് നടക്കുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ലൂർദിൽ വന്ന ആൾക്കാർ, അതായത് വന്ന ടാക്സിക്കാരെല്ലാം എനിക്ക് തോന്നുന്നു ഇവിടെയാണ് കൊണ്ടുവന്ന് ഇടുന്നതെന്ന് തോന്നുന്നുണ്ടോ, ഈ ക്യൂൻസ് വേലി. ഇവിടെ ആകുമ്പോൾ സ്ഥലമുണ്ട്, പക്ഷെ അവിടെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നമുക്ക് അവിടെ നിന്ന് ഇടാൻ സ്ഥലമില്ല. പിന്നെ ബാക്കിൽ റോഡിലുണ്ട്, പക്ഷെ അതും ഒരു ചെറിയ വഴിയായതുകൊണ്ടേ ഇടാൻ ശോകമാണ്. സോ ഇവിടെ തന്നെ വന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നല്ല ഓട്ടം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ഒരു അടി വന്ന് യാത്രയിൽ ഇനി നമുക്ക് നോക്കാം എങ്ങോട്ടേക്കാണ് എന്താണെന്നൊരു പിടുത്തില്ല കേസ്. എല്ലാം നമുക്ക് നോക്കി നിൽക്കാം. ഫസ്റ്റത്തെ കസ്റ്റമർ അടിപൊളി കസ്റ്റമറായിരുന്നു, എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. സോ അവർ പോയിട്ടുണ്ട്, അവർ തിരിച്ചുണ്ട്. എന്തായാലും അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏരിയയിലുണ്ടെങ്കിൽ വിളിക്കണോടാന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മണിക്കൂറാണ് അവർ പറഞ്ഞേക്കുന്ന ടൈം. അപ്പോൾ ഈ ഏരിയയിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചൊരു ഓട്ടം കിട്ടും.
സോ നമുക്ക് എന്തായാലും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഓട്ടം കിട്ടിയില്ലെങ്കിൽ അവരെ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പള്ളുരുത്തിയിൽ പോയിട്ട് പള്ളുരുത്തിയിൽ നിന്ന് ഓണാക്കാം. എന്തായാലും അപ്ഡേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്, സംഭവം അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലുമൊക്കെ അടി വന്നേ എന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കാം. ഇപ്പോൾ സമയം 10:57 സോ നമുക്ക് വെയിറ്റ് ചെയ്യാട്ടാ ഗൈസ്. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലിസി ഹോസ്പിറ്റലിലോട്ട് ഒരടി വന്നിട്ടുണ്ട്, ലൂർദിയിൽ നിന്ന് ലിസി ഹോസ്പിറ്റലിലേക്ക്. സോ നമുക്ക് അതും കൂടി പോയി ഒന്ന് പിക്ക് ചെയ്യാട്ടാ. 140 രൂപ കാണിക്കണത്. 3.86 കിലോമീറ്റർ ഓടാൻ വേണ്ടി, പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ 1 കിലോമീറ്റർ ഉണ്ട്. സോ എന്തായാലും കിട്ടിയത് കിട്ടി, നമുക്ക് പോവാം. ലൂർദ് ഹോസ്പിറ്റലായിരുന്നില്ല കേട്ടോ, അതിൻ്റെ സൈഡിലൊരു വഴിയുണ്ട്. അപ്പോൾ ആ സൈഡിലുള്ള വഴിയിലായിരുന്നു മാപ്പ്. പക്ഷേ എനിക്ക് ലൂർദ് ഹോസ്പിറ്റലാണ് കാണിച്ചത് വേണ്ട. പക്ഷേ ഇതിൽ എഴുതിക്കണ്ട വടുതല ഗോൾഡൻ സ്ട്രീറ്റ് ലൂർദ് ഹോസ്പിറ്റൽ. ഞാൻ ഈ വടുതല ഗോൾഡൻ സ്ട്രീറ്റ് എന്നുള്ളത് കണ്ടില്ല ഗൈസ്. ഞാൻ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു, എൻ്റെ സൈഡിലുള്ള വഴിയായിരുന്നു. പുള്ളി അവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നോർത്ത് കലൂർ ലിസി ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. സോ നമുക്ക് അങ്ങോട്ടായിരിക്കും പോകേണ്ടതെന്ന് എനിക്ക് തോന്നണം. നമുക്ക് എന്തായാലും വണ്ടി വളച്ചിടായിരുന്നു, അല്ലെങ്കിൽ പുള്ളി വന്നിട്ട് നമുക്ക് വളക്കാം. എന്തായാലും 140 രൂപയാണ് കാണിക്കണത്. സോ വെയിറ്റ് ചെയ്യാം. എന്തായാലും പുള്ളി എൻ്റെ അടുത്ത് OTP വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നിട്ട് മതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി OTP അടിച്ചിട്ട് ലാസ്റ്റ് വള്ളിയാണ്ടല്ലോ. പുള്ളി വന്നില്ലെങ്കിൽ ക്യാൻസലായി പോയി കഴിഞ്ഞാലും വള്ളിയാവും. അതിനെക്കാട്ടും നല്ലത് പുള്ളി വന്നിട്ട് അടിക്കാൻ നമുക്ക് നോക്കാം. ഗൈസ് നമുക്ക് ലൂർദ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. 140 റുപ്പീസ് സമ്പാദിച്ച് കഴിഞ്ഞിരിക്കുന്നു. നല്ല ട്രാഫിക് കണ്ട. അപ്പം ഇനി ഇവരൊക്കെ ഇറങ്ങി കുറച്ചൊക്കെ നേരെ പോസ്റ്റ് ആട്ടിയപ്പോൾ നമുക്ക് പോകാൻ പറ്റുള്ളൂടാ. എന്തായാലും ഞാൻ അടുത്ത സ്ഥലത്ത് പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടിട്ട് ബാക്കി കഥകൾ പറയാട്ടാ. ഞാൻ ആ കസ്റ്റമർ ഇറക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടാ, ഹൈക്കോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടാ. ഹൈക്കോർട്ടിൻ്റെ അവിടെ, കാരണം അവിടെയൊന്നും വണ്ടി ഇടാൻ ഒരു പാർക്കിംഗ് പോലും ഇല്ല. പിന്നെ നമുക്ക് ലൂർദിൽ നിന്ന് റിട്ടേൺ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഏരിയയിൽ തന്നെ വന്ന് കിടന്നിട്ടാ. ഇപ്പോൾ ഇവിടുത്തെ പെട്രോൾ പമ്പിലാണ് നിർത്തിയേക്കണത്. ഇവിടെ യൂറിൻ പാസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാഴ്ചയിലിട്ട് പോകട്ടെ. ഗൈസ് വേറൊരു ടാക്സി ഓടിക്കണ പുള്ളി എന്നോട് സംസാരിച്ചായിരുന്നിട്ടാ. അപ്പോൾ പുള്ളി എങ്ങനെയുണ്ട് ഓട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ. ഞാൻ പറഞ്ഞാൽ അവർ ലൂർദിലായിട്ട് ഒരു പ്രൈവറ്റ് ഓട്ടം എടുത്ത് വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു അടി വന്ന് 140 രൂപ. അതാണ് ഇന്നത്തെ ഏണിങ്സ്. രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ പുള്ളി എനിക്ക് കാണിച്ചു തന്നെ 0,0,0,0. രാവിലെ തൊട്ട് വന്നിരിക്കണാണ്, ഒരു അടി പോലും കിട്ടിയിട്ടില്ലെന്ന് പറയണ പുള്ളി. ഇപ്പം കയറിയ ആൾക്കാർ ഫാമിലി ആയിരുന്നു കേട്ടോ. അതായത് ഒരു ഉമ്മ, വാപ്പ, പിന്നെ 2 മക്കൾ, ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു വാവയുടെ കണ്ണിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കയറിയിട്ട് അവർ. സോ അവർ കയറി, സീറ്റ് ഫുള്ളായിരുന്നു, വണ്ടി ഫുള്ളായിരുന്നു കേട്ടോ. എന്തായാലും 3 കിലോമീറ്റർ 140 രൂപ ഓട്ടോറിക്ഷ കാശിനെക്കാട്ടും ലാഭം കാർ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അവർ കയറിയപ്പോൾ വേറൊരു സംഭവം മനസ്സിലായി. കയറി ഡോറ് തുറന്നപ്പോൾ ഡോറ് കണ്ടോ, ഡോറ് ചെറുതായിട്ട് മതിലോട്ട് അവർ തുറന്നപ്പോൾ അടിച്ചുകൊണ്ടായിരുന്നു. ഒന്നും പറ്റാണല്ലോ കേട്ടോ എൻ്റെ കാറിന്. അപ്പോൾ എന്തായാലും ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. ഡോറ് തുറക്കുമ്പോൾ മതിലിനോട് ചേർത്തൊക്കെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കയറാൻ നേരത്ത് ടാറ്റ എന്നൊക്കെ പറഞ്ഞ് അടിച്ചോളൂ. അപ്പം അതൊക്കെ നോക്കണം, അല്ലെങ്കിൽ വള്ളിയാണ്. പിന്നെ നമ്മുടെ സീറ്റിലെന്താ മണ്ണ് കിടക്കണ്ടല്ലോ. ഓക്കെ, സെറ്റാണല്ലോ, സീനൊന്നുമില്ല. ഇടയ്ക്ക് ഈ വണ്ടിയുടെ ചില്ലൊന്ന് തുറന്നു കഴിഞ്ഞാലേ പൊടി അങ്ങോട്ട് നൈസായിട്ട് കയറി അങ്ങോട്ട് പിടിക്കും എല്ലാത്തിലും. അപ്പോൾ മാക്സിമം ഗ്ലാസ്സൊക്കെ അടച്ചിട്ടിട്ട് തന്നെ ഓടിക്കാൻ നോക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഓടിക്കണത്. പിന്നെ ചില കസ്റ്റമർക്ക് ഇങ്ങനെ വാൾ വെക്കാൻ വരും, അപ്പോൾ തുറന്നു കൊടുക്കണം, അല്ലെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ വാളാവും. ഗൈസ് അങ്ങനെ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ വന്ന് നിൽക്കണേണ്ട. നമ്മൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് അവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. കാരണം ലൂർദിൽ നിന്ന് തിരിച്ച് നമ്മുടെ പള്ളുരുത്തിക്കുള്ള ഓട്ടം ഉണ്ടല്ലോ ശരിക്കും. അത് ഞാൻ അവരോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ എല്ലായിടത്തും ആണെന്നുണ്ടെങ്കിൽ വരാമെന്നാണ് പറഞ്ഞേക്കണത്. കാരണം ഇനി ഓട്ടം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ഓട്ടമെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് കിടക്കണേണ്ട. എന്തായാലും 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഞാൻ പോയത്. 3 കിലോമീറ്റർ കാലിയോടി ഇങ്ങോട്ട് തന്നെ എത്തിയിട്ടാ. ഇവിടെ ഒരു പബ്ലിക് ജിം ഉണ്ട് കേട്ടോ. ജിമ്മെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാനുള്ള സംഭവങ്ങൾ. അപ്പോൾ ആ കടയിൽ വന്ന ആൾക്കാർ ഈ ജിമ്മിൻ്റെ സാധനത്തേക്ക് ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കോട്ടെ. സിഗരറ്റ് വലിച്ചോണ്ട് ജിമ്മ് എടുക്കണേ ഞാൻ നോക്കിയപ്പോൾ. ഞാനൊരു വർക്കൗട്ട് ചെയ്യണം. അവിടെ നിന്ന് സിഗരറ്റ് മേടിക്കുന്നു, ഇവിടെ വന്നിരുന്ന് വലിച്ചോണ്ട്. എന്താണല്ലേ അടിപൊളി. ഞാൻ കൊണ്ടുവന്നിട്ട സ്ഥലത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ഒന്നുമില്ല കേട്ടോ. പിന്നെ അത് ഇവിടെ നമ്മുടെ ഹൈബിഡൻ സാറിൻ്റെ വക ഒരു പൊതു ടോയ്ലറ്റ് ഉണ്ട്, ക്ലീൻ ടോയ്ലറ്റ്. പക്ഷെ ഇത് പൂട്ടിയിട്ടേക്കണാണ്. എന്താ സംഭവം എന്നറിയില്ല, പൂട്ടിയിട്ടേക്കണാണ്. അപ്പോൾ ഇവിടെ കിടക്കണവർ മാക്സിമം ഇത് യൂസ് ചെയ്യാം കേട്ടോ. 5 രൂപ ഉള്ളൂ.
ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 രൂപ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഇത് മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പ്രൊമോഷൻ. പക്ഷെ ഇത് പൂട്ടിയിട്ടേക്കണേടാ, വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. നിങ്ങൊന്നും തോന്നരുത്. നമുക്കിനി അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും എത്തണമെങ്കിൽ നമുക്ക് ആ കട പ്രൊമോട്ട് ചെയ്യാം. ഇന്നിപ്പോൾ എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ കക്കൂസാണ് കിട്ടിയേക്കണത് ഗൈസ്. ഇപ്പോൾ ഒരു അടി വന്ന് ഗൈസ്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ട്രിപ്പ് നോ മാച്ച് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കണത്. എന്ത് പറയാനാണ്. ഇപ്പം നമ്മൾ ചാടി പിടിച്ചെടുത്തില്ലെങ്കിൽ കാക്കൊത്തി കൊണ്ടുപോകണ പോലത്തെ സീനാണ്, മനസ്സിലായ. എല്ലാവർക്കും ഒരേ ടൈമിലാണ് പോണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിൽക്കണവർക്കാണ് മുൻഗണന, അതാണ് പ്രശ്നം. പിന്നെ ഫസ്റ്റ് നിൽക്കണവർക്കും തൊട്ടടുത്ത് കിടക്കണമായിരിക്കും, അതാണ് പ്രശ്നം വന്നേക്കണത്. നേരത്തെ നമുക്ക് ട്രിപ്പ് മസ്റ്റ് ഉറപ്പായിരുന്നു, നമുക്ക് ഉറപ്പിക്കായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഉറപ്പിക്കാൻ പറ്റില്ല. ട്രിപ്പ് വരും പോകും, ഇത് തന്നെ സംഭവം ഗൈസ്. നമുക്കൊരു അടി വന്നിട്ടാ, ഞാൻ ചാടിക്കറി എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഊബർ എനിക്ക് ഓട്ടം തന്നു. 150 രൂപയുടെ ഓട്ടം ഉണ്ടോ, എങ്ങോട്ടാന്ന് നോക്കാം നമുക്ക്. ഞാൻ പോയി എന്തായാലും പിക്ക് ചെയ്യട്ടേട്ടാ, എവിടെ നിൽക്കണേന്ന് അറിയില്ല. നോക്കട്ടെ ഗൈസ്, ഞാൻ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ ഗൈസ്. ഈ ഒരു ഫ്ലാറ്റിൽ നിന്നാണ് എനിക്ക് അടി വന്നത്, തൊട്ടടുത്ത ഫ്ലാറ്റിൽ നിന്ന് തന്നെയായിരുന്നു. എങ്ങോട്ടാണ് നമുക്ക് നോക്കാട്ടോ. അങ്ങനെ നമ്മൾ ടവർ 4 എത്തിയിട്ടാ. കസ്റ്റമർ വന്നിട്ടില്ലട്ടാ. നമ്മൾ എന്തായാലും അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട്. അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്. ആ ഫ്ലാറ്റിൽ നിന്ന് നമ്മുടെ കടവന്ത്രയിലുള്ള മാത്തറിലേക്കാണ്ടാ ഓട്ടം വന്നത്. ഇപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്ത് 174 റുപ്പീസ് എനിക്ക് കിട്ടിയിട്ടാ. ഞാനിവിടെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ടാ. നമ്മുടെ CID മ്യൂസിയൊക്കെ ഷൂട്ട് ചെയ്തില്ലേ, ആ ഫ്ലാറ്റിൻ്റെ സൈഡിലാണ്ടാ ഞാനിവിടെ നിൽക്കണത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണെന്ന് നോക്കാം. ഒരു പ്രായമായിട്ടുള്ള ഒരു ഉമ്മയായിരുന്നിട്ടാണ് കയറിയത്. അവ ഓൺലൈനിലാണ് പേ ചെയ്തത് കേട്ടോ. അപ്പോൾ വാലറ്റിൽ നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാം. 174 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ഞാനത് ഇവിടെ തന്നെ ഇട്ടേക്കണാണ്. ഇനി ചിലപ്പോൾ ഊബറിന് കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ നിന്ന് പിടിക്കട്ടെ. സോ 174 രൂപ ഇതിലും 144 രൂപ അതിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടം വരെ 6 കിലോമീറ്ററാണ് ഞാൻ ട്രാവൽ ചെയ്തേക്കണത്. യാത്രയിൽ നമുക്ക് 3.5 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് 140 രൂപ കിട്ടി. ഇവിടെ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് 180 രൂപ ഉണ്ട് കിട്ടിയേക്കണത്. എന്തായാലും നല്ലൊരു കസ്റ്റമർ ആയിരുന്നു, അധികം സംസാരിച്ചൊന്നുമില്ല. അപ്പം അങ്ങനെ കൂളായിട്ടിരുന്ന്, കാലിനൊന്നും സുഖമില്ലാത്തൊരു ഉമ്മയായിരുന്നു. പതുക്കെ ഇറങ്ങി പതുക്കെ പോയി. സമയം 1:06 ഇപ്പോൾ നമ്മുടെ ലൂർദിലെ കസ്റ്റമർ നമ്മളെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ നിന്നൊരു ലൂർദിലേക്ക് ഒരു അടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. പിന്നെ പറയുമ്പോൾ തന്നെ അടി തരാൻ ഇതെന്താ. എന്തായാലും ലൂർദിലെ കസ്റ്റമറെ നമുക്ക് എടുക്കണ്ട. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാലിയടിച്ച് അവിടം വരെ പോയ നഷ്ടമല്ലേ. സോ നമുക്ക് മാക്സിമം അടുത്ത ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം 40 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാ നമ്മൾ CNG രാവിലെ അടിച്ചതിന് ശേഷം. അതിൽ 174 ഇതിൽ 140 യാത്രയിൽ, പിന്നെ 300 രൂപ എനിക്ക് പേഴ്സണൽ ട്രിപ്പിൻ്റെയും കിട്ടി. സോ 300, 400, 500, 600 രൂപ കിട്ടിയിട്ടുള്ളൂ നമുക്കിന്ന്. അതിൽ 2 ഘട്ട CNG തീർന്നിട്ടുണ്ട്. 2 അല്ല 3 ഘട്ട CNG തീർന്നിട്ടുണ്ട്. 40 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് 600 രൂപയാണ് കിട്ടിയേക്കണത് കയ്യിൽ ഗൈസ്. ഒല്ലയിലൊരു അടി വന്നിട്ടുണ്ട് കേട്ടോ. K മുരളി റോഡ്, കുമാരനാശാൻ നഗർ, ഏലംകുളം. നമ്മൾ നിൽക്കണതിൽ മാപ്പ് ഭയങ്കര കുരിശാണ് ഗൈസ്. 8ൻ്റെ പണിയാണ് കിട്ടണത്. മാപ്പിൽ നമുക്കൊന്നും മനസ്സിലാവില്ല, അതാ പ്രശ്നം. നോക്കട്ടെ ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അനക്കി നോക്കിയാലേ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വരുള്ളൂ ഇതിൽ. സോ ഞാൻ അവരെ പോയി പിക്ക് ചെയ്തിട്ട് വരാം. 1.5 കിലോമീറ്റർ അപ്പുറത്താണ് അവർ നിൽക്കണേടാ ഗൈസ്. 188 രൂപ എനിക്ക് കിട്ടിയിട്ടാ. അതിൽ 131 രൂപയാണ് എനിക്ക് കിട്ടിയേക്കണത്. സോ ഇതിവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ കയറി ഇന്ന് ഫുഡ് അടിക്കട്ടെ. വണ്ടി ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടാ ഗൈസ്. ആ ചേട്ടൻ അവിടെ ഇട്ടോളാൻ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നമുക്കിവിടെ കയറി ഫുഡ് അടിക്കാം. ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ചിക്കൻ ബിരിയാണി ഉണ്ട് ഓർഡർ ചെയ്തേക്കണത്. ഞാൻ ഫുഡ് അടിക്കട്ടെ, എന്നിട്ട് കാണാട്ടാ. എല്ലാം ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാൻ പോയപ്പോൾ ഇതെല്ലാം ഓണാക്കിയിട്ടാണ് ഓഫാക്കിയിട്ടാണ് പോയത് കേട്ടോ. ഇപ്പോൾ ഞാൻ തിരിച്ചെല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് അടിച്ചത്. 150 രൂപ കേട്ടോ ചിക്കൻ ബിരിയാണി. എൻ്റെ പൊന്നെ ഗൈസ്, ഞാൻ നമ്മുടെ ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടാ. റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൊന്നും ഇടാൻ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പിന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപടിയാത്ത കേസാണ്. കാരണം അവർക്ക് കസ്റ്റമർ കയറണ്ടേ, അതുകൊണ്ടാണ്. സോ നമ്മളിപ്പോൾ ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. യാത്രയിൽ ഇപ്പോൾ ഒരു അടി വന്നു ഗൈസ്.
ചുള്ളിക്കലേക്കായിരുന്നു. കിട്ടിയില്ല, കൈ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ തന്നെ പോയി. ഫോണ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നടപടി ആവൂലെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് കയ്യിലെടുത്ത് പിടിച്ചേക്കാം. ഇതിലിങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ട അവസ്ഥയാണ്, എന്നാലേ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വരുള്ളൂ. ശോകമാണ്, പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ പോയതാ. ഞാൻ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ തന്നെ നടക്കണേടാ, ടൗൺ ഹാളിൻ്റെ ഫ്രണ്ടിൽ. നല്ല തിരക്കുണ്ട്. ബ്ലോക്കായി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് മാറ്റേണ്ടി വരും. നമ്മുടെ ഫിലിം ആക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ലൂർദിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടാന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ നോർത്തിലുണ്ട്, വിളിച്ചാൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ചും കൂടി പോസ്റ്റാണെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ വിളിക്ക്, ഞാൻ ഈ ഏരിയയിലുണ്ടെങ്കിൽ ഞാൻ വന്ന് പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. സോ എന്തായാലും നമുക്ക് ഊബറിൽ ഇപ്പം 174, എല്ലാത്തിലും ഒരു 150, 140 ഇത്രയാണ് കിട്ടിയേക്കണം മൂന്ന് ആപ്പിലും. പിന്നെ നമ്മുടെ പേഴ്സണലോട്ട് ഒരു 300 കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. സമയം ഇപ്പോൾ എത്ര മണി? വാച്ചൂരി 2 മണിയായിട്ടാ, 2:06. സോ നമുക്ക് ഇനി ടൈമുണ്ട് കേട്ടോ. നമുക്ക് പയ്യെ ഇങ്ങനെ നോക്കാം, ഒരു 1000-1500 ഒപ്പിക്കാം നമുക്ക്. ഞാൻ കൊണ്ടുവന്നിരുന്ന സ്ഥലത്ത് കടകൾ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രൊമോട്ട് ചെയ്യാനിപ്പോൾ കടകളൊന്നും ഇല്ലല്ലോ ഗൈസ്. ശോകം പിടിച്ച സീനാണല്ലോ. ഞാൻ കൊണ്ടുവന്നിരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടത് ടോയ്ലറ്റിലായിരുന്നു. ഈ പ്രാവശ്യം പെട്രോൾ പമ്പാണ്. പിന്നെ അതേ ടൗൺ ഹാളിനെ പറ്റി ഞാൻ എന്ത് പറയണം, ടൗൺ ഹാളിനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലേ. എന്തായാലും വല്ല കടകളെത്തുമ്പോൾ നമുക്ക് നോക്കാട്ടോ. എന്തായാലും ഇപ്പം ഈ ഒരു ടൈമിൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇട്ടത്. പിന്നെ ഞാൻ കഴിച്ച ബിരിയാണി കുഴപ്പമില്ല. കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. 50-50 വലിയ സംഭവമൊന്നും അല്ല കേട്ടോ. 150 രൂപയ്ക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മട്ടാഞ്ചേരി 100 രൂപക്ക് നല്ല അടിപ്പം ബിരിയാണി ഇടും. അപ്പോൾ 50 രൂപ ഇത്തിരി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കഴിച്ചിട്ടുണ്ട്, വിശന്നിരിക്കണായിരുന്നു. എന്നാലും പഴയ ഊബർ അല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറയുമായിരുന്നു, എന്താണ് ആദ്യത്തെ ഒരു മാസം നിനക്ക് ഓട്ടോ ഉണ്ടാവും, പിന്നെ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ നോക്കിക്കോ മോനെ ഓട്ടോ ഒക്കെ പോയിന്ന്. സംഭവം കറക്റ്റായിട്ടാണ് അവർ പറഞ്ഞത്, അവർക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഓട്ടങ്ങളെല്ലാം പോയിരിക്കുന്നു ഗൈസ്. ഐ ആം ട്രാപ്ഡ്. ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങണവർ ഓർത്ത് വെക്കുക, ഇതൊക്കെ തന്നെയാണ് ഓട്ടം. വലിയ ഓട്ടമൊന്നുമില്ല. നല്ല സാലറിയുള്ള ജോലിയൊക്കെ കളഞ്ഞിറങ്ങുമ്പോൾ ആലോചിച്ചിട്ട് ഇറങ്ങാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ നീ എന്തിനാണോ ഇതിൽ തന്നെ ഇരിക്കണേന്നല്ലേ. ഞാനിത് സൈഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കണ ഒരു വർക്കാണ്. അതുകൂടാതെ എനിക്ക് പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ട് മച്ചാന്മാരെ, അതൊക്കെ ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്തോളാം. ഇപ്പം മച്ചാന്മാർ നിങ്ങളുടെ കാര്യം നോക്ക്. സോ ഇതിലേക്ക് ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ അനുഭവിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ പാർട്ട് ടൈം വർക്കായിരുന്നു ഇത് സത്യത്തിൽ. ഞാനിപ്പോൾ ഇത് ഫുൾ ഡേ ആയിട്ടൊക്കെ ഓടണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ എന്തായാലും വണ്ടി എടുത്ത് ഇപ്പം ഇനി ഇത് ഓടി തന്നെയാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ EMI അടക്കണേടാ. അടച്ചു കഴിഞ്ഞ് നിൻ്റെ കുടുംബത്തിൽ എന്ത് ചിലവുണ്ടാവും അതൊന്നും എനിക്കിതൊന്നും ഇതുവരെ നടക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യങ്ങളിങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്നല്ലാതെ വേറെ ഒന്നും സേവ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല ഈ വർക്ക് കൊണ്ട് കേട്ടോ. സോ എല്ലാവരും നോക്കിയും കണ്ടും ചാടി ഇറങ്ങാം. പിന്നെ ഞാൻ പറയണത് വിശ്വാസമില്ലെങ്കിൽ ഇതേപോലെ കുറേ ഊബർ ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും, അവരോടൊക്കെ പോയി ചോദിക്കുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ്. ഞാൻ എൻ്റെ ലൈഫിൽ രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ എത്ര മണി വരെ ഓർഡറുണ്ട് ആ സംഭവങ്ങൾ ലൈവായിട്ടാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കിയിട്ട് ഇറങ്ങിത്തിരിക്കുക ഇങ്ങനത്തെ വർക്കൊക്കെ ഇറങ്ങുമ്പോൾ. പിന്നെ ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ സമയം കാണിക്കണത് എത്ര മണിയായി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം കാണിക്കണത് കേട്ടോ. എന്തായാലും ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ്. നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത നിമിഷം എൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കണമെന്നും എങ്ങോട്ടാണ് പോകണമെന്നൊന്നും അറിയില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഊബർ വർക്ക് ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത്. അപ്പോൾ എപ്പോഴാണ് എന്തൊക്കെയാണ് സംഭവിക്കണമെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. കാരണം വണ്ടിയാണ്, എന്തൊക്കെയാണെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. മീൻസ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് കാണുക. ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങളെല്ലാം കണ്ട് രസിക്കുക, അത്ര പറയാനുള്ളൂ. ഓക്കെ, ബാറ്ററി കയറിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ കമൻസ് വായിച്ചിട്ടില്ലല്ലോ. ഒരു 5 കമൻറ്റ് വായിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5 കമൻറ്റാണ് ഞാൻ വായിക്കാറ്. 1 മന്തിൽ വെച്ച് ആവറേജ് ഇത്ര കിലോമീറ്റർ ഓടിയെന്നൊന്ന് പറയാമോ എന്നൊക്കെയുള്ള രീതിയിലാണ് ചോദിച്ചേക്കണത്.
കഴിഞ്ഞ മാസത്തിൽ എനിക്ക് കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു എൻ്റെ വണ്ടി കൂടുതൽ ഓടിയേക്കണത്. 5000-ന്റെ അടുത്ത് എന്തോ ഓടിയിട്ടുണ്ട് എൻ്റെ വണ്ടിയുടെ. അപ്പോൾ ഇപ്പം മൊത്തം 8000 കിലോമീറ്ററിൻ്റെ അടുത്ത് ആറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മച്ചാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഡെയിലി ആവറേജ് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു മറ്റേ വർഗീസ് ജോയി എന്ന് പറഞ്ഞിട്ട് ഒരു മച്ചാൻ അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഓട്ടം കിട്ടിയാൽ ഓടും ബ്രോ, ആവറേജ് ഒന്നും പറയാൻ പറ്റില്ല, കൂടുതൽ ദിവസം വെറുതെ കിടപ്പാണ്. അത് നിങ്ങൾ വീഡിയോസിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതാണ്, അത് അത്ര കിലോമീറ്റർ ഓടുന്നൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഒരു 5000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഞാൻ ഓടിയിട്ടുണ്ട്. തീയതി റിക്വസ്റ്റ് വന്നല്ലോ ആ മാച്ചേ 265-ൻ്റെ ഒരു ട്രിപ്പായിരുന്നു ഗൈസ്, അതും പോയി. ഞാനിവിടെ എന്തിന് കിടക്കണേണ് അഡാറ പിടിക്കാൻ. പോയി അപ്പോൾ നമുക്ക് കമൻറ്റ് പെട്ടെന്ന് വായിച്ച് നിർത്താം, അല്ലെങ്കിൽ നമുക്ക് ഓട്ടം കിട്ടൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ മാസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓടിയേക്കണം കേട്ടോ. അത് യൂബറും യാത്രയും പോലെയൊന്നും അല്ല, പേഴ്സണലായിട്ടുള്ള ഓട്ടങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഓടിയേക്കണം കേട്ടോ. പിന്നെ വേറൊരു മച്ചാൻ അഖിൽ നായർ, ബ്രോ യാത്രി ആപ്പ് iOS ഇല്ല, ഞാൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് യാത്രി ബുക്കിംഗ് ആപ്പ് ഉള്ളൂ, രജിസ്റ്റർ ആപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? iOS സപ്പോർട്ട് ആവില്ല. iOS ഞാൻ ചെയ്ത് നോക്കിയാണ്, അങ്ങനെ ഒരു ആപ്പേ iOS കാണിക്കണില്ല. ബ്രോ റാപ്പിഡോ ഇൻട്രേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്ക്. ബ്രോ ഞാൻ ചെയ്യാനുണ്ട്, ഇന്ന് എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ് മൂടുമ്പോൾ ചേമ്പല കൊണ്ട് ക്ലാസ് തുടച്ചാൽ മതി ബ്രോ. ഇവിടെ ഫോഗ് അടിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് പുറത്താണ് ഫോഗ് അടിക്കണം. സോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചേമ്പല കൊണ്ട് വരച്ചാൽ മതി എന്നൊക്കെയാണ് പറയണത്. ദൈവമേ പണിയാവോ? എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ചെയ്യാനുള്ള കുറച്ച് ആരെങ്കിലും കൂടി ഒന്ന് പറയട്ടെ ചേമ്പലിട്ട് വരയ്ക്കാൻ. അപ്പോൾ 3-4 പേര് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു വിശ്വാസവും. ഇത് ഒരാൾ പറഞ്ഞിട്ട് ചേമ്പലിട്ട് വരച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാം സീനായി കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് അങ്ങനെ തന്നെ മാറ്റേണ്ടി പറ്റുമോ? ഇത്രയൊക്കെ തന്നെ കമൻ്റ് ഉള്ളൂ, കുറേ കമൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ കമൻറ്റ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഊബർ വെച്ചാൽ നമ്മളെ ചതിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എടുക്കണം, അപ്പം തന്നെ എടുക്കണം. ഒന്ന് ഓഫ്ലൈൻ ആക്കിയിട്ട് ഒന്നും കൂടി ഓണാക്കിയേക്കാം. ആ ട്രിപ്പ് എനിക്ക് വന്നതാണ് ഗൈസ്, പക്ഷെ അത് വേറെ ആരോ കൊണ്ടുപോയി. ഏത് കാക്കയാണ് കൊത്തിക്കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് കാക്കക്ക് അപ്പം ഇട്ട് കൊടുക്കണ പോലത്തെ സീനാണ്. ഒരപ്പം ഇങ്ങനെ ഇട്ട് തരും, 10 കാക്കകളുണ്ടാവും, അതിൽ ഒരു കാക്കക്ക് കിട്ടും. ആ ഒരു സീനാണ് ഇപ്പോൾ നമ്മുടെ ഊബർ മച്ചാൻ ചെയ്യണത്. നമ്മുടെ ഫോട്ടോ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഈ ഊബർ ഇടയ്ക്കിടയ്ക്ക് നമ്മളടുത്ത് സെൽഫി ചോദിക്കും, കാരണം നമ്മൾ തന്നെയാണ് വണ്ടി ഓടിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ആപ്പ് കൊടുത്തിട്ട് വേറെ ടീമിനെ വെച്ചിട്ട് ഓടിക്കാനൊക്കെ അങ്ങനത്തെ സീനൊക്കെ ആയിരിക്കാം മേ ബി. ആ കൊണ്ടുവന്ന് ഇട്ടിട്ട് 2 അടിയാണ് വന്നിട്ടുള്ളത്. 2 അടി എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 265-ഉം ഒരെണ്ണം 245-ഉം. അപ്പോൾ അത് രണ്ടും ഞാൻ എൻ്റെ കൈ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മിസ്സാക്കി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ നമ്മളെ കൊണ്ട് സാധിച്ചില്ല, എടുക്കാൻ സാധിച്ചില്ല. അത് നമ്മുടെ തോൽവിയാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ അല്ല, എൻ്റെ തോൽവി. സോ ഞാനൊരു തോൽവിയായി മാറുന്നുണ്ട് ഗൈസ്. കൈ ഇവിടെ തന്നെ വെക്കണം, ഒന്നാലേ രക്ഷയുള്ളൂ. ഷിറ്റ്. ആ വണ്ടിയിട്ട് എൻ്റെ പുറകിൽ ഫയർഫോഴ്സ് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ സീൻ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണത്. അവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ടൗൺ ഹാളിൻ്റെ അവിടെ. സോ നമുക്കിവിടെ നിന്ന് നൈസായിട്ട് പോവാട്ടെ ഗൈസ്. ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്, അവിടെ എന്തോ ലൈൻ കമ്പിയിൽ എന്തോ സീനുണ്ട്. ഞാൻ അങ്ങോട്ട് പോകണില്ല, നമുക്കിവിടെ നിന്ന് എന്തായാലും മാറ്റിയിടാം. അതുകൂടാതെ ഇത്ര നേരം ഇപ്പോൾ 2:39 ഇത്ര നേരമായിട്ട് പിന്നെ ഒരു അടി പോലും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ മറ്റേ കസ്റ്റമറിനെ നമുക്ക് പിക്ക് ചെയ്തിട്ട് പള്ളുരുത്തിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കിടപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ കസ്റ്റമർ ഇപ്പോൾ ഏകദേശം ഇറങ്ങാറായിട്ടുണ്ടാവും. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ആ കസ്റ്റമറെ പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നൊന്നും ഓടാൻ പറ്റിയില്ലെങ്കിൽ ഷോ പോയി പോകും. അതെന്തൊക്കെ വന്നാലും 300 റുപ്പീസ് കൺഫേം ആണ്. സോ ആ കസ്റ്റമറെ നമുക്ക് പിക്ക് ചെയ്യട്ടെ. ഞാൻ അങ്ങോട്ടേക്ക് പോകണേണ്. ഞാനിവിടെ എത്തിയിട്ടാ. ഞാനിപ്പോൾ കുറച്ച് നേരം കിടക്കണേണ് ഗൈസ്. 3:20 അവരുടെ അത് കഴിഞ്ഞേട്ടാ. നമുക്ക് ഇതുവരെ ഒരു ഓൺലൈനിൽ ഒരു അടി പോലും പിന്നെ വന്നിട്ടില്ല കേട്ടോ. എന്തായാലും അവർ വിളിച്ചിട്ടുണ്ട്, നമുക്കിനി അങ്ങോട്ടേക്ക് പോയി അവരെ പിക്ക് ചെയ്യട്ടാ. ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഗൈസ് അവരിപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഒരു ഗുളിക എന്തോ മേടിക്കാനുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഓടിക്കുമല്ലോ. സോ അതും കൂടി കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞത്. ഇതാണ് ലോർദ് ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടി കയറാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ സൈഡിലുള്ള വഴിയിൽ വന്ന് നിൽക്കണേ കേട്ടോ. ഗൈസ് ഞാൻ അവരെ പിക്ക് ചെയ്തിട്ട് പള്ളുരുത്തി കൊണ്ടാക്കിയിട്ട്, പള്ളുരുത്തിയിലല്ല ഇടക്കൊച്ചിയിലാണ് അവരുടെ വീട് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ 300 റുപ്പീസാണ് അവരുടെ നിന്ന് ചാർജ് മേടിക്കണേ കേട്ടോ.
യൂബറിൽ നോക്കിയപ്പോൾ 330 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഒരു 30 റുപ്പീസ് കുറച്ചിട്ട് 300 റുപ്പീസാണ് ഞാൻ അവരോട് നിന്ന് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ. ഗൈസ് ഞാനങ്ങനെ എടക്കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവർ ഡ്രോപ്പ് അടിച്ചിട്ടാ. അവർ നല്ല അടിപൊളിയായിരുന്നു, കുറേ സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ പോകുന്നേട്ടാ. ഇപ്പോൾ ഇവിടെ എത്തി 300 റുപ്പീസ് എനിക്ക് കിട്ടിയിട്ടാ. ഇനി ബാക്കി നമുക്ക് എന്താണ് സംഭവിക്കാൻ പോണെന്ന് നോക്കാട്ടാ. എക്സ്റ്റൻഡഡ് വാറന്റി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ കാർ സർവീസ് ചെയ്യൂ. നിങ്ങൾക്ക് ജോർജ് മെജു ഓട്ടോമൊബൈൽസ് ഒരു കാർ സർവീസ് നടത്താൻ താല്പര്യമുണ്ടോ? ദയവായി യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുക. യെസ്. അപ്പോയിന്റ്മെന്റിന് അനുയോജ്യമായ തീയതിയും സമയവും ദയവായി അറിയിക്കുക. ഇന്ന് 2-ാം തീയതി അല്ലേ? അപ്പൊ ഒരു 22 അപ്പോയിന്റ്മെന്റിന് അനുയോജ്യമായ തീയതിയും സമയവും ദയവായി അറിയിക്കുക. 22/8/2024 10 മണി. 10 o'clock. ക്ഷമിക്കണം, നിങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങളുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ വർക്ക്ഷോപ്പ് ടീമിനോട് ആവശ്യപ്പെടും. നിങ്ങളുടെ സമയത്തിന് നന്ദി. വളരെ നന്ദിയുണ്ട്. ബെറ്റട്ട് പോച്ചേട്ടാ. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എടക്കൊച്ചി തന്നെ നിൽക്കണ. ഞാൻ ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്, എല്ലാം ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട് ഇതേ ആ പാലിറങ്ങിയ വളവിലാണ് ശരിക്കും. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്തെത്തുമ്പേ വീട്ടിലോട്ടൊരു ചാഞ്ചാട്ടം പോലെ ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോയാലോ എന്ന്. വീട്ടിൽ കയറി ഒരു ചായ ഒക്കെ കുടിച്ച് പയ്യെ ഇറങ്ങിയാൽ മതിയോ എന്നുള്ള ഒരു അതൊക്കെ വരും നമുക്ക്. പിന്നെ നല്ല ഓട്ടം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒറ്റ വിടൽ വേണം, അത് വേറെ കാര്യം. എന്തായാലും ഓണാക്കി ഇടാം. ഒരു മാക്സിമം ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം, എന്നിട്ട് വീട്ടിലോട്ട് പോവാടാ. എടക്കൊച്ചിയിൽ നിന്ന് കലൂരിലേക്ക് ഒരു ഓട്ടം വന്നിട്ടാ, ഞാനത് എടുത്തിട്ടാ. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഗൈസ് ഒരുമാതിരി ഇടങ്ങേറ് പിടിച്ചൊരു കസ്റ്റമർ ആയിരുന്നു കേട്ടോ. ഐ തിങ്ക് പുറത്തുനിന്നുള്ള ഒരു ടീമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ബാക്ക് അടിച്ചുകൊണ്ടിരിക്കണതാണ്. അവിടെ ഗേറ്റ് പോലും തുറന്നു തരാൻ പറ്റില്ല അവർക്ക് വളക്കാൻ വേണ്ടി. നമുക്ക് കുറച്ച് പുറകോട്ട് പോയി വേണം ബാക്ക് അടിച്ച് പോവാൻ. ഗൈസ് ഒരു കൊച്ചിനായിട്ട് കയറിയ ഒരു ചേച്ചിയായിരുന്നു കേട്ടോ. നമുക്ക് 200 അല്ല 392 രൂപ കിട്ടിയേക്കണത് ലാസ്റ്റ് ട്രിപ്പ്. ഇപ്പോൾ വാലറ്റിൽ എനിക്കിന്ന് യൂബറിൽ സമ്പാദിച്ച കാശ് 59 രൂപ ഇങ്ങോട്ട് ക്യാഷ് ഔട്ട് ചെയ്തെടുക്കാനുണ്ട്. അതായത് നേരത്തെ 141 രൂപ കിട്ടിയായിരുന്നില്ലേ, അതിപ്പോൾ ഇതിൽ നിന്നുള്ള കമ്മീഷനായിട്ട് പോയിട്ടുണ്ട്. ഇനി ബാലൻസ് 59 രൂപ ഉള്ളൂ. 450 രൂപയൊക്കെയാണ് നമുക്ക് ഓടി എടുത്തേക്കണം കേട്ടോ. എടാ മൊത്തം കസ്റ്റമർ ബാക്കിയിരുന്ന് ഭയങ്കര തീറ്റായിരുന്നു. തീറ്റെന്ന് പറഞ്ഞാൽ എൻ്റെ സീറ്റൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് മൊത്തം തുടച്ചിട്ടാ. അവർ ഭയങ്കര ജാടയായിരുന്നു കേട്ടോ. ഭയങ്കര ഒരുമാതിരി ഇടങ്ങേറ് പിടിച്ച ജാട പോലത്തെ ഒരു കസ്റ്റമറായിരുന്നു. ഞാൻ അങ്ങനത്തെ കസ്റ്റമറൊന്നും മൈൻഡേ ചെയ്യാറില്ല കേട്ടോ. എനിക്കും അത് ഇടങ്ങേറാണ്. ജാട കാണിച്ചാൽ നമ്മളതിലും വലിയ ജാടയാണ്. അതായത് നമ്മളാര് ബഹുമാനിക്കുന്നോ അവരെ തിരിച്ചും ബഹുമാനിക്കാൻ പഠിക്കുക, അത്ര ഞാനുള്ളൂ. കൈസ് ഇപ്പം ഞാൻ കലൂരാണ്ടാ നിൽക്കണത്. അപ്പോൾ ഇതേപോലെയും കസ്റ്റമറൊക്കെ ഉണ്ടാവും. വള്ളി കസ്റ്റമറൊക്കെ കയറും കുറേ ചാക്കൊക്കെ ആയിട്ട്. എന്നിട്ട് ചിലപ്പം മേളിൽ കൊണ്ടുവന്ന് വെച്ചരാൻ പറയും, മറ്റെടുത്തുകൊണ്ട് വെച്ചരാൻ പറയും. നമ്മളതൊന്നും നോക്കാൻ വേണ്ട. നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നല്ല രീതിയിൽ സേഫായിട്ട് നമ്മളെത്തിക്കുക, അതാണ് നമ്മുടെ ഡ്യൂട്ടി. അവർ കൊണ്ടുവന്ന ചാക്കൊക്കെ പൊക്കി വീടിൻ്റെ മേളിലോട്ട് കയറ്റാൻ പറഞ്ഞാൽ നമ്മൾ കയറ്റുന്ന വേണ്ട എന്ത് കാര്യമായിരിക്കും. എന്നിട്ട് ഒരുമാതിരി ജാടയും നമ്മളെന്താ അട്ടിമകളാണ്. അങ്ങനെയൊന്നും കാണിക്കണ്ട. ഇങ്ങോട്ട് ആരൊക്കെ റെസ്പെക്ട് ചെയ്യണം അതുപോലെ തിരിച്ച് റെസ്പെക്ട് ചെയ്യാം. അതിപ്പോൾ വയ്യാത്ത ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടു കൊടുക്കാം. നല്ല ആരോഗ്യമുള്ള ഒരു ചേച്ചിയായിരുന്നു. ചേച്ചി പൊക്കിക്കൊണ്ട് പോട്ടെ എന്തായാലും. അത് ഭയങ്കര ജാടയിലാണ് ഗൈസ്. അതൊക്കെ ഒന്ന് ഇറക്കി വെക്ക്, മറ്റതും മറച്ചതും പിന്നെ എൻ്റെ പട്ടി ഇറക്കി വെക്കും. അപ്പോൾ ഗൈസ് അടുത്ത അടി കിട്ടാൻ വേണ്ടി നോക്കിക്കണാണ് ഞാൻ. എന്തായാലും കലൂരാകണം, കുറച്ച് നീക്കിയിട്ടെ. ഇപ്പോൾ ദേശാഭിമന്യു റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു റോഡിലാണ് കയറിയാണ്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു അടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ആ വണ്ടീൻ്റെ അടിയിൽ ലൈറ്റ് കൊടുത്തേക്കണ്ട ഗൈസ്. ഇപ്പോൾ 6 മണിയായിട്ടാ. ഞാൻ ഇന്നത്തെ ഓട്ടം നിർത്തണേണ്ട ഗൈസ്. ഇവിടെ ഒരു ചാട്ടുകട ഉണ്ട് കേട്ടാ. ഞാനിപ്പോൾ പതുക്കെ ഇവിടം വരെ എത്തിയിട്ടാ. നമ്മുടെ വാത്തുരുത്തി, അതായത് നേവൽ ബേസിൻ്റെ അവിടം വരെ എത്തിയിട്ടാ. ടയേർഡായി ഗൈസ്. അപ്പോൾ നൈസായിട്ട് വീട്ടിൽ കയറാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് 1400 രൂപ സമ്പാദിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ പോയി 2 ചാട്ടടിക്കട്ടെ. ചാട്ടടിച്ച് നേരെ വീട്ടിലോട്ട് പോകണേണ്. നാളെ നമ്മൾ 12 മണിക്കൂറാണ് ഓടാൻ വേണ്ടി പോണേട്ടാ. അപ്പോൾ നാളത്തെ കണ്ടന്റ് അതായിരിക്കും. അടുത്ത വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോ. അവിടെ ഒരു വണ്ടി നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാർ അടുത്തൊരു വീഡിയോയിൽ കാണാടാ. 6:50 ഇപ്പം ഞാൻ പാർക്കിങ്ങിലെത്തിയിട്ടാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ട് കേട്ടോ. ബൈ ബൈ.